എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ 4 ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. ഈ ഓരോ ലെഗ് പീസും ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് തൈരാണ്. ചിക്കൻ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആകാനും ജ്യൂസി ആകാനും വേണ്ടിയിട്ടാണ് തൈര് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു അരമണിക്കൂർ ഇതുപോലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ പീസ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോ പീസും ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നൂഡിൽസ് മസാലയാണ്. നൂഡിൽസ് മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, നൂഡിൽസ് മസാല. ഒരല്പം വെള്ളം കൂടി ചേർത്തതൊരു പേസ്റ്റ് ആക്കണം. മസാല പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വരഞ്ഞതിൻ്റെ ഇടയിലേക്കൊക്കെ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ചിക്കൻ നന്നായി മാരിനേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 കപ്പ് ഓട്സ്. ഓട്സ് കുറച്ച് കൂടുതൽ എടുക്കണം. ഓട്സ് ഇല്ലെങ്കിൽ നൂഡിൽസ് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആണെങ്കിലും എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് പാല് കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ പീസും ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം ഈ മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഇതുപോലെ വീണ്ടും കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ പീസസും ഇതുപോലെ 2 തവണ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ചിക്കൻ്റെ പീസ് നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് വശം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് എപ്പോഴും ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ചിക്കൻ അപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.